നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. PSG ഫ്രഞ്ച് സൂപ്പർ താരമായ കിലിയൻ എംബപ്പെ ഫ്രീ ഏജന്റായി കൊണ്ടാണ് ക്ലബിനോട് വിട പറഞ്ഞിട്ടുള്ളത്. കോൺട്രാക്ട് പുതുക്കാൻ വിസമ്മതിച്ചുകൊണ്ട് അദ്ദേഹം ഫ്രീ ആയി പോയതിൽ PSG പ്രസിഡന്റായ നാസർ അൽ ഖലീഫിക്ക് വലിയ ദേഷ്യമുണ്ട്. PSG താരത്തിന് നൽകാനുള്ള ചില ബോണസുകളും അതുപോലെ തന്നെ സാലറിയും ഇതുവരെ നൽകിയിട്ടില്ല എന്നുള്ള റിപ്പോർട്ടുകൾ ഫ്രഞ്ച് മാധ്യമങ്ങൾ തന്നെ പുറത്തുവിട്ടിരുന്നു. ഇക്കാര്യത്തിൽ PSG-ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ എംബപ്പയുടെ ക്യാമ്പുള്ളത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസത്തെ പത്രസമ്മേളനത്തിൽ എംബപ്പെ PSG-യെ വിമർശിക്കുകയും ചെയ്തിരുന്നു. ക്ലബ്ബ് വിടാനുള്ള തീരുമാനം അറിയിച്ചതോടെ തന്നെ ഇനി ഒരിക്കലും കളിപ്പിക്കില്ലെന്ന് PSG തന്നോട് മുഖത്ത് നോക്കി പറഞ്ഞു എന്നായിരുന്നു എംബപ്പെ പറഞ്ഞിരുന്നത്. ഖലീഫിയെ പേരെടുത്തുകൊണ്ട് വിമർശിക്കാൻ എംബപ്പെ തയ്യാറായിട്ടില്ലെങ്കിലും അത് ഖലീഫിയാണ് എന്നത് വളരെ വ്യക്തമാണ്. എന്നാൽ പരിശീലകൻ എൻറിക്കയും അതുപോലെ തന്നെ സ്പോർട്ടിംഗ് ഡയറക്ടർ ലൂയിസ് കാമ്പോസും തന്നെ രക്ഷിച്ചുവെന്ന് എംബപ്പെ കൂട്ടിച്ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞ ദിവസം ഫ്രഞ്ച് ഫുട്ബോൾ ലോകത്ത് വലിയ വിവാദമായിട്ടുണ്ട്. ഏതായാലും PSG ക്ലബിലെ പേര് വെളിപ്പെടുത്താത്ത ഒരു അംഗം ഇതിനോട് പ്രതികരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ AFP റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്: ഒട്ടും ക്ലാസ് ഇല്ലാത്ത അഥവാ നിലവാരമില്ലാത്ത ഒരു താരമാണ് ഇപ്പോൾ എംബപ്പെ. നാസർ അൽ ഖലീഫി ഒരിക്കലും തന്റെ ടീമിന്റെ തീരുമാനങ്ങളിൽ ഇടപെട്ടിട്ടില്ല. ഇക്കാര്യം ലൂയിസ് എൻറിക്കെ നേരത്തെ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ ഒരു അവസരത്തിൽ എംബപ്പെ എന്ത് പറഞ്ഞാലും അതാണ് ആളുകളും മാധ്യമങ്ങളും വിശ്വസിക്കുക. ഇതാണ് PSG എന്ന ക്ലബിൽ നിന്നും ലഭിച്ചിട്ടുള്ള ഒരു പ്രതികരണം. ഏതായാലും എംബപ്പയും PSG-യും അത്ര നല്ല രസത്തിലല്ല ഇപ്പോൾ പിരിഞ്ഞിട്ടുള്ളത്. PSG പ്രസിഡന്റുമായും ബോർഡുമായുമാണ് എംബപ്പയ്ക്ക് ഇപ്പോൾ പ്രശ്നങ്ങൾ അവശേഷിക്കുന്നത്. അതേസമയം PSG-യുടെ ആരാധക കൂട്ടായ്മയായ അൾട്രാസ് എംബപ്പയ്ക്കൊപ്പം തന്നെയാണ്. എന്നാൽ ബാക്കി വരുന്ന PSG ആരാധകർക്കിടയിൽ പലരും എംബപ്പയോട് ഇപ്പോൾ എതിർപ്പുകൾ പ്രകടിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.